ഈ അടുത്ത കാലം വരെയും തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ബ്ലാക്ക് മാജിക് ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തോട്ട് ഉള്ള പല ആൾക്കാരും എഴുതി വിട്ടിരിക്കുന്ന സാധനങ്ങൾ സെക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആണിത് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഫോറിനേഴ്സ് പറയുന്ന രീതി വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മളത് പഠിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാർസിസ്റ്റിക് ഇൻഫ്ലുവൻസിങ് മെത്തേഡായിരുന്നു ശരിക്കും ഫോറിനേഴ്സ് നമ്മുടെ അടുത്ത് കാണിച്ചിരുന്നത്. കാരണം ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ആ ഒരു മാറ്റം ഉണ്ടായത്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുണ്ടായത്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായത്. നമ്മളുടെ വിശ്വാസം അവർ വരുന്നതിനനുസരിച്ച് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായതെന്നാണ്. നമ്മുടെ വീട്ടിലൊരു നാർസിസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ആ അബ്യൂസിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടിയാലും ശരി, ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രോമ കണക്ഷൻ അവരുമായിട്ടുണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരിക്കും, ആണോ അല്ലയോ. കാരണം ഒരു നാർസിസ്റ്റിക് കൾച്ചറൽ അബ്യൂസിൻ്റെ ഒരു വിക്റ്റിമും കൂടിയാണ് ഇന്നത്തെ ഒരു ജനത. കാരണം അവരുടെ വിദ്യാഭ്യാസ രീതികളും ഒക്കെ പൊളിച്ചെഴുതേണ്ട വിദ്യാഭ്യാസ രീതികളൊന്നും എഴുതുന്നില്ല. കാരണം വെച്ചാൽ അത്രയും സ്വതന്ത്രമായിട്ട് പഠിക്കാനോ പ്രയത്നിക്കാനോ ഒന്നും പറ്റുന്നും ഇല്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾ കൊണ്ടും സത്യം. കാരണം ഒരു പർട്ടിക്കുലർ പ്രൊപ്പഗൻഡയിൽ നിന്നുകൊണ്ടേ നമുക്ക് ഇതൊക്കെ നോക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ പറയുന്നത്, നമ്മുടെ ഒരു മുമ്പുള്ള ജനറേഷൻസൊക്കെ പറയുന്നത് സായിപ്പിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കവാത്ത് മറക്കും എന്നൊക്കെ. അപ്പോൾ ഈ അനുഭവം കൊണ്ട് നമുക്കൊരു അടിമത്വം ഉണ്ട്. ഒരു കോളനിയിലുണ്ടായിരുന്ന ആളിൻ്റെ ഒരു അടിമത്വം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്. ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് തന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിലൊക്കെ അത് ഉള്ളതും. പക്ഷെ അതൊക്കെ മാറും, കാലക്രമേണ അതിന് മാറ്റം വരികയും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ കൂട്ടല്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വല്ലാണ്ട് മാറി. പണ്ടത്തെ കൂട്ട് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. കുറേ പരസ്യം ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും അന്വേഷിച്ച് പോകുന്നവന് എവിഡൻസ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പഠന റിപ്പോർട്ടുകൾ കിട്ടുന്ന, ഒരുപാട് അങ്ങനെ പൂഴ്ത്തിയൊന്നും വെക്കാൻ പറ്റത്തില്ല, പഠന റിപ്പോർട്ടുകൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്ക് അവൈലബിൾ ആണ്.